ഹായ്, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവരുടെ ക്രിസ്മസും എന്താ പറയുക, ക്രിസ്മസ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. നമ്മളുടെ ഇവിടെയുള്ള എല്ലാ മലയാളീസ് എല്ലാവരും കൂടെ നമ്മളൊരു വീട്ടിൽ ഒത്തുകൂടാറാണ് കേട്ടോ എല്ലാ വർഷവും ചെയ്യാറ്. അപ്പോൾ ഈ വർഷം ഞാൻ സാധാരണ 2 വർഷമായിട്ട് കൂടാത്തുള്ളൂ. ആ സമയത്തൊക്കെ അസുഖമായത് കാരണം നാട്ടിലേക്ക് പോകാറാട്ടോ ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെല്ലാവരും കൂടെ വീണ്ടും ഒത്തുകൂടി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നപ്പോഴേക്കും നമ്മളിതാ ഒരു ഭാഗം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് നമ്മളെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒരു വീട്ടിൽ അങ്ങോട്ട് കൂടി കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഞങ്ങളതിനൊക്കെ ഹെൽപ്പ് ചെയ്തത്. ഞങ്ങൾക്ക് ഇതാ കേക്കായിക്കോട്ടെ ഫുഡായിക്കോട്ടെ എല്ലാം പുള്ളി നമുക്കെല്ലാം റെഡിയാക്കി തന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അവർ എല്ലാം സെറ്റാക്കി തന്നു. അപ്പോഴേക്ക് കേക്ക് വന്നപ്പം കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കണം. മെയിനായിട്ട് നമുക്ക് അതല്ലേ സംഭവം, ഫോട്ടോ എടുക്കണം, വീഡിയോസ് എടുക്കണം, റീൽസ് എടുക്കണം, ഇങ്ങനെ പോകുന്നുട്ടോ നമ്മുടെ കാര്യങ്ങളെല്ലാം. അപ്പോഴേക്ക് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് അതിലിതാ മോള് പറഞ്ഞു കേക്ക് പിടിച്ചിട്ട് എനിക്കൊരു ഫോട്ടോ വേണം. അപ്പോൾ അവളുടെ വക കേക്ക് പിടിച്ച് ഫോട്ടോ. അപ്പോൾ അവിടെ കളിയാക്കുക, നിൻ്റെ ബർത്ത്ഡേ ആണോ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കളിയാക്കണുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ഇതാ വേഗം കേക്ക് കട്ട് ചെയ്താൽ പിന്നെ ഫുൾ കിട്ടില്ല, അതുകൊണ്ട് വേഗം ഫോട്ടോ എടുക്ക് വീഡിയോ എടുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ നമ്മളിതാ കേക്ക് കട്ടിങ് എല്ലാം തുടങ്ങി കേട്ടോ. കേക്ക് കട്ടിങ് എല്ലാവരും പിന്നെ അതാ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ കുറേ എന്താ പറയുക ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം. അപ്പോൾ അത് ശരിയായോ ഇത് ശരിയായോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവസാനം കേക്ക് കട്ടിങ് എല്ലാം സ്റ്റാർട്ടായിട്ട്. അപ്പോൾ കുട്ടികളെ വെച്ചിട്ടാണ് നമ്മൾ, ചെറിയ കുട്ടികൾ. മറ്റവർ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം എൻ്റെ മോനും കൂടെ ഉണ്ട് കേട്ടോ. 2-3-4 വർഷങ്ങൾക്ക് ശേഷം അവൻ ഇപ്രാവശ്യം എല്ലാ ഫംഗ്ഷനും ന്യൂ ഇയർ ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ അപ്പോൾ അവനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പം പിന്നെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ആട്ടോ കൊടുത്തത്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഈക്വലായിട്ട് നമുക്ക് എത്തിക്കണമല്ലോ. പിന്നെ നമ്മളെല്ലാ സംഭവങ്ങളും കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പം കുട്ടിക്കൊക്കെ കൊടുക്കാൻ നോക്കുകയാണ്. അപ്പോഴേക്കിതാ നമ്മൾ ഹസ്ബൻഡും വൈഫും കൂടെ കിച്ചണിലെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ തരിക കേട്ടോ. അപ്പോൾ ഓൾറെഡി ഫുഡും കാര്യങ്ങളൊക്കെ വന്ന്, അപ്പോൾ നമ്മൾ ഫുഡ് വന്നിട്ട് കാര്യമില്ലല്ലോ, അതെല്ലാം നമുക്ക് സെർവ് ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ, അതിൽ സെർവ് ചെയ്താലാണല്ലോ നമുക്ക് അതിനുള്ള കാര്യം. അപ്പോൾ ഇതാ ഈ സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരു കൊറിയൻ എന്തൊരു പേരാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളാട്ടോ അതൊക്കെ. അപ്പം കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്നാക്സൊക്കെ ആകുമ്പം അവർക്കത് പിന്നെ നല്ല അടിപൊളിയാണല്ലോ. അപ്പം പിസ്സയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനൊരു പീസ് എടുത്തിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളവിടെ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ് ആയപ്പം കുട്ടികളെ കൂടെ ഒന്ന് എൻജോയ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡും ബാക്കിയുള്ളവരുടെ ഹസ്ബൻഡ്സും ഒക്കെ ഓരോരുത്തർ ചിലർ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്, ചിലർ ചേട്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ എല്ലാവരും അവിടെ പിന്നെ എന്താ പറയുക ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ അതാ എല്ലാവരും ഓരോ പീസ് ഇങ്ങനെ കേക്ക് കഴിക്കുക. അപ്പോൾ കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. പൊതുവേ ട്രഫിൾ കേക്ക് നല്ല ടേസ്റ്റാണല്ലോ. ഞങ്ങൾ പൊതുവേ നമ്മുടെ പ്ലം കേക്ക് അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ. ക്രിസ്മസിന് നമ്മൾ സാധാരണ പ്ലം കേക്ക് ആണല്ലോ. പക്ഷെ അത് നമ്മൾ വാങ്ങിക്കും, പക്ഷേ കുട്ടികൾക്കൊക്കെ കൂടുതലിഷ്ടം ഇങ്ങനത്തെ ട്രഫിൾ കേക്കിനോടാട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആക്കിയത്. അപ്പം നമ്മളത് കുട്ടികളുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ട്. അപ്പം നമുക്കിതാ പുള്ളിക്കാരൻ എല്ലാം സെർവ് ചെയ്ത് തരിക കേട്ടോ. എല്ലാം ഓരോരോ രീതിക്കനുസരിച്ച് എല്ലാം അറേഞ്ച് തരിക. നമ്മളിപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കാറ് നമ്മളതിങ്ങനെ സെറ്റ് ചെയ്യുന്നൊരു രീതിയാണല്ലോ അതിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ പുള്ളിക്കതൊരു ഞങ്ങളോട് പറഞ്ഞെന്നെങ്കിലും ഞങ്ങളത് കറക്റ്റായി ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും പുള്ളി എല്ലാം പിന്നെയും രണ്ടാമത് പോയ സ്ഥലത്ത് പിന്നെയും വന്നിട്ട് നമുക്കതെല്ലാം സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടോ ആ കാര്യം. അപ്പോൾ പിന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിഞ്ഞല്ലോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് എന്താ പറയുക ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. കാരണം ഇതൊക്കെ നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നു. അപ്പോൾ അവരെന്നെ അവിടെ കളിയാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കിയായിരുന്നേ. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ.
അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്നറിയോ, സ്റ്റാർട്ടർ ഞങ്ങളുടെ കുട്ടികളൊക്കെ ഏകദേശം കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം കഴിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ വൈൻ ഉണ്ട് കേട്ടോ. ക്രിസ്മസിൻ്റെ മെയിൻ സാധനം എന്താ, നല്ല വൈൻ വേണമല്ലോ. അപ്പോൾ ഞാൻ വൈൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന മുന്തിരി അത്ര ടേസ്റ്റ് എന്ന് പറയാൻ വൈൻ ഇടാൻ പറ്റിയ മുന്തിരി അല്ല കേട്ടോ. അപ്പോൾ നാട്ടിൽ കിട്ടുന്ന മുന്തിരി ആകുമ്പോൾ നല്ല കളറുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് നമ്മൾ ഇടുമ്പോൾ. അപ്പം നോക്കിയപ്പം വാങ്ങിച്ചിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നന്നാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പം മെയിൻ സംഭവം വൈനല്ലേ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വൈന്. അപ്പം ഞങ്ങൾ പിന്നെ വൈനൊക്കെ കുടിച്ച് അങ്ങോട്ട് ഭയങ്കര അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പം വൈൻ കുടിക്കുന്നത്, അപ്പം പിന്നെ അതിന് ഫോട്ടോ വേണം, പിന്നെ വീഡിയോസ് വേണം. അപ്പോൾ നമ്മൾ അതിനുള്ള പിന്നെ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കലും വൈൻ എടുക്കലും വീഡിയോസ് എടുക്കലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് റീൽസ് എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞേ നമുക്ക് ഒരുപാട് റീൽസ് എടുക്കണം, കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ മോനെ ഓരോ മക്കളെ കൊണ്ട് റീൽസ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അപ്പം ഇതിനൊക്കെ പഠിപ്പിച്ചിരുന്നത് എൻ്റെ മോളാണ്. മോളെല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോരോ എന്താ പറയുക, ഓരോ പാട്ടുകളൊക്കെ സംഘടിപ്പിച്ച് അപ്പം ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രേഷ്മ വൈൻ വിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയല്, വൈൻ്റെ കുപ്പിയൊക്കെ എടുത്തിട്ട് പോവുമായിരുന്നു. അപ്പോൾ അവളെ കുറേ കളിയാക്കി കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത നമുക്ക് റിഹേഴ്സൽ എന്താ പറയുക, ഇതിലെല്ലാം പറഞ്ഞ് ഇവരെല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ ഞാനൊക്കെ തെറ്റിക്കിട്ടോ. എന്നെക്കൊണ്ട് ഡാൻസ് കളിക്കുന്നതൊന്നും എനിക്കിപ്പം എന്താ പറയുക, അവർ ഒരുപാട് പ്രാവശ്യം സ്റ്റെപ്പ് പറഞ്ഞെങ്കിലും ഞാൻ ഒക്കെ തെറ്റിച്ചു കേട്ടോ. പിന്നെ പാവങ്ങൾ എല്ലാം കൂടെ എനിക്ക് എന്താ പറയുക എൻ്റെ ഇതിന് നിന്ന് തന്നു കേട്ടോ. പിന്നെ അങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെന്താ വൈൻ കുടിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ കഴിക്കലും വൈൻ കുടിക്കലും ഒക്കെ കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിന്നറൊന്നും കഴിച്ചത് ഞങ്ങൾ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. ഞങ്ങൾ റീൽസ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് രാത്രി കേട്ടോ. കാരണം പിന്നെ ഒരു സമാധാനം, ഇപ്പോൾ വെക്കേഷനാണ്. അതും മാത്രമല്ല പിന്നെ പിറ്റേ ദിവസം ആർക്കും ഓഫീസിൽ പോകണ്ട, അപ്പോൾ സുഖമായി കിടന്നുറങ്ങാമല്ലോ. എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ഒരുപാട് ലേറ്റായിട്ടോ, ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ്. പിന്നെ അപ്പോഴേക്ക് എല്ലാവരും ഹസ്ബൻഡ്സൊക്കെ വന്ന്, ആദ്യം ഞങ്ങൾ ലേഡീസ് തുടങ്ങി, പിന്നെ ഹസ്ബൻഡ്സൊക്കെ വന്ന്, പിന്നെ ഡിന്നറൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും പിന്നെ കുറേ ലേറ്റായിരുന്നു, ഞങ്ങളെല്ലാവരും പിരിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ എന്താ പറയുക, ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി നല്ല വിശേഷങ്ങളായിട്ട് വരാം. ഇനിയുണ്ട്, ഞങ്ങൾക്ക് ഓഫീസിലുണ്ട് ക്രിസ്മസ് പാർട്ടി, അങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്താ പറയുക അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടെ ആഘോഷിച്ച ക്രിസ്മസ് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ താങ്ക് യു.